നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒന്നോടെ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സച്ചിയേട്ടൻ എവിടെയാണെന്നോ എന്ത് പറ്റിയെന്നോ അറിയില്ല. ഈ സാഹചര്യത്തിൽ തന്നെ വേണോ ഈ വിവാഹം? ഇതെന്താ സ്നേഹ ഇത്? കല്യാണം മുടക്കി സ്വന്തം വീട്ടിൽ തന്നെയുണ്ടോ? കല്യാണം മുടക്കി നിനക്ക് സഹോദരനുണ്ടോ? ഒരേട്ടനുണ്ട്. നിന്റെ വിവാഹത്തിന്റെ തലേ ദിവസം ആ ഏട്ടനെ കാണാതിരുന്ന, എവിടെയാന്ന് പോലും അറിയാതിരുന്ന, നീ ആ വിവാഹം നടത്താൻ തീരുമാനിക്കൂ? ഇല്ല. എന്നാ ഈ ഇരിക്കുന്ന നിന്റെ കൂട്ടുകാരി അതാണിപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഇവള് പറഞ്ഞൊന്ന് മനസ്സിലാക്ക്. കൂടപ്പിറപ്പില്ലാതെ ഇതൊന്നും ചെയ്യുന്നത് ഒട്ടും നല്ലതല്ലെന്ന്. നീ എന്തിനാ സ്നേഹയുടെ പുറകെയാണെന്ന് ഇത് എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവൾ ഓരോന്ന് പറഞ്ഞ് വിഷമിക്കുന്നതിനാ? എനിക്കറിയാം കാര്യം എന്താണെന്ന്. നിനക്കിപ്പോ സച്ചിയുടെ പേരും പറഞ്ഞ് ഈ വിവാഹം മുടക്കണം അല്ലേ? ഇനി അത് മാറ്റി വെച്ചിട്ട് ഇന്ന് തന്നെ സച്ചി തിരികെ വന്ന? അങ്ങനെ സച്ചിയേട്ടൻ വരില്ല. വരുവായിരുന്നെങ്കിൽ ഇതിനോടകം തന്നെ ഇവിടെ വന്നേനെ. എത്ര എതിർപ്പ് പറഞ്ഞാലും സ്നേഹ സച്ചിയേട്ടന് അത്രയ്ക്ക് ഇഷ്ടമാണ്. അത് ഇവള് തിരിച്ചറിഞ്ഞില്ലെങ്കിലും എനിക്ക് നന്നായിട്ട് അറിയാം. അവളെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാ അവൻ വരുമെന്ന് തന്നെ ഞാൻ പറയുന്നത്. അവൻ വന്നില്ലെങ്കിൽ അവനെ കൊണ്ടുവരാൻ എനിക്കറിയാം. സച്ചിക്കൊന്നും സംഭവിക്കില്ലെന്ന് ഉറപ്പോടെ തന്നെയാ ഞാൻ ഈ വിവാഹം നടത്താൻ പോകുന്നത്. സച്ചിയേട്ടന്റെ എന്തെങ്കിലും വിവരം കിട്ടിയോ ഏട്ടാ? എന്റെ മോളതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. വിവാഹം കഴിഞ്ഞ് നീ ധനുഷിന്റെ വീട്ടിൽ പോകുന്നതിന് മുമ്പ് സച്ചി മോളുടെ മുന്നിലുണ്ടാവും. അതുകൊണ്ട് മറ്റൊന്നും ചിന്തിക്കണ്ട. അനകയുടെ കാര്യം നോക്കി പോവാൻ നോക്ക്. പോ. ഞാൻ പോയിക്കോളാം. നീ നോക്കിക്കോ സ്നേഹേ. ഇതിനൊക്കെ പകരം കൊടുക്കേണ്ടതേ നിന്റെ കണ്ണീരായിരിക്കും. നീ ഓർത്ത് വെച്ചോ. നല്ലോണം മേക്കപ്പ് ചെയ്തോ ചേച്ചി? ഏട്ടനെ കാണാത്തതിലുള്ള വിഷമം അനിയത്തിയുടെ മുഖം കണ്ട് ഇനി ആരും മനസ്സിലാക്കിയെന്ന് വേണ്ട. ഇന്നത്തെ ദിവസം വളരെ പ്രധാനമാണ്. ഉച്ചവരെ ഒരു കാരണവശാലും അവൻ രക്ഷപ്പെടരുത്. 12 മണിക്ക് മുഹൂർത്തം കഴിയും. ആ ശുഭമുഹൂർത്തത്തിലായിരിക്കണം അവനെ അവിടെ നിന്ന് മോചിപ്പിക്കാൻ. ഞാൻ കെട്ടുന്ന താലി സ്നേഹയുടെ കഴുത്തിൽ മുറുകുമ്പോ സച്ചിയുടെ ശരീരത്തിലെ കെട്ടുകൾ അഴിയണം. കെട്ടഴിച്ചുവിടുന്ന സമയത്ത് നിനക്ക് അവന്റെ കയ്യിൽ നിന്നും 1-2 തല്ല് കിട്ടിയെന്ന് വരും. അതും കൂടി ചേർത്താ നിന്റെ ലാസ്റ്റ് സെറ്റിൽമെന്റ്. ശരി സർ. ഇനി ബിജു എന്നെ വിളിക്കണ്ട. എല്ലാം പറഞ്ഞ പോലെ തന്നെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.